അപ്പൊ ഈ വരട്ടലും ഈ ഭീഷണിപ്പെടുത്തലും എന്നേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കും മാണ്ട ഷാഫി ചാലിയ ഓക്കെ അതൊക്കെ വഹാബി കൂടാരത്തിൽ പോയി നടത്തുക. സുന്നി പണ്ഡിതന്മാരുടെ നേർക്ക് വന്നാലേ ഞാനൊരു ഏപ്പിക്കാരനാണ്. പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്ക് ഈ വഹാബി ഭീഷണി മുഴക്കിയാലേ ഞങ്ങളൊക്കെ പ്രതികരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ നിങ്ങൾക്കൊരു പ്രസംഗം കേൾപ്പിച്ചു തരാം. പ്രസംഗിക്കുന്ന കക്ഷി ഷാഫി ചാലിയ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അയാൾ തന്നെ പ്രസംഗിക്കുന്നത്. അയാൾ മുക്കം ഉമർ ഫൈസി ഉസ്താദിന് ഗുണ്ടായുസമാണ് എന്നും രാഷ്ട്രീയ ഗുണ്ടകളെ പോലെ സംസാരിക്കുന്നു എന്നും അതുപോലെ വരട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ കുറിച്ച് മൂപ്പരാൻ പാസാക്കുക. മാത്രമല്ല ഇത്തരം ഗുണ്ടായുസവും വരട്ടലൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അവിടെ പറഞ്ഞോളി എന്നൊക്കെയാണ് ഷാഫി ജാലിയത്തിന്റെ വരട്ടൽ. മുക്കം ഉമർ ഫൈസിനോട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഐക്ക് കയറാനാ അവര്. ഇയാള് ഈ പ്രസംഗിക്കുന്ന ഒരു പൊതുവേദിയിലും. അപ്പൊ എന്താ ഇയാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയാണ്ട് ഇയാൾക്ക് അവിടെ പറഞ്ഞൂടെ? ഇയാൾ എന്തിനാ ഒരു പൊതുവേദി തെരഞ്ഞെടുത്തത് പറയാന്? അപ്പൊ ഇയാളല്ലേ സത്യത്തിൽ ഗുണ്ടായുസം? ഈ അടിമ വെച്ചാണ്ട് നമ്മള് ഗുണ്ടായുസത്തിന് തെളിവെടുക്കുകയല്ല. ഇയാൾ അതേ പ്രസംഗത്തില് മുക്കം ഉമർ ഫൈസി ഉസ്താദിനാണ് ഗുണ്ടായുസം എന്ന് പറഞ്ഞ അതേ പ്രസംഗത്തിലെ ഈ ഷാഫിക്ക, അതായത് വഹാബി ഷാഫി നടത്തിയ ഗുണ്ടായുസം നമുക്ക് കേൾക്കാം. അതേ പ്രസംഗത്തിലെ എത്രയാണ് മൂപ്പര് നടത്തിയ ഗുണ്ടായുസം? അപ്പൊ മൂപ്പര് ആദ്യം മുക്കം ഉമർ ഫൈസിക്ക് ഗുണ്ടായുസം ഉണ്ട് എന്ന് പറയട്ടെ, എന്നിട്ട് മൂപ്പര ഗുണ്ടായുസം അതേ പ്രസംഗത്തിൽ മൂപ്പര നടത്തിയ ഗുണ്ടായുസം നമുക്ക് കേൾക്കാം. രണ്ടും കേൾക്കാം. ഏതായാലും ഇരിക്കട്ടെ. മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ കുറിച്ച് മൂപ്പര് പറയട്ടെ. രാഷ്ട്രീയ ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുക, വരട്ടുക, അതിന് സ്വന്തമായി യൂട്യൂബിൽ ചാനലിൽ പോയിട്ട് സംസാരിച്ചോളണം. അപ്പൊ കേട്ടില്ല നിങ്ങള്? മുക്കം ഉമർ ഫൈസി ഉസ്താദ് രാഷ്ട്രീയ ഗുണ്ടകളെ പോലെ സംസാരിച്ചു, വരട്ടുക, അതിന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനല് എടുത്തിട്ട് അവിടെ പോയി പറയണം. ഇതെന്താ വെള്ളരിക്ക പട്ടണം? എവിടെ പറയണം, എന്ത് പറയണം എന്നുള്ളതൊക്കെ രാജ്യത്ത് സ്വാതന്ത്ര്യമല്ലേ? നിങ്ങളാ തീരുമാനിക്കുക, വഹാബി ഷാഫിക്ക? അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല. നിങ്ങൾ ലീഗിന്റെ കാര്യം നോക്കി അടക്കി. നിങ്ങൾ അതിന്റെ സെക്രട്ടറി അല്ലേ? അല്ല സമസ്തന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടണം? പാണക്കാട് തങ്ങളുപ്പാപ്പാനെ പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം അങ്ങക്ക് പ്രശ്നോ? എങ്കിൽ പാണക്കാട് തങ്ങളുപ്പാപ്പ ആ EK വിഭാഗം സമസ്തയും ആ CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ സംഗതികളെ അതൊക്കെ മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അത് ആ രീതിയിൽ സംസാരിച്ചത്. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. അതിലെന്തിനാ ഇയാള് കയറി ഇടങ്കോലിടുന്നത്? ഇയാൾക്ക് ലീഗിന്റെ കാര്യം നോക്കിക്കൂടെ? മുക്കം ഉമർ ഫൈസി ഉസ്താദ് ലീഗിനല്ല വിമർശിച്ചത്, അല്ലെങ്കിൽ ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സാദിഖ് അലി തങ്ങൾ പാപ്പൻ ആ നിലക്കുമല്ല പറഞ്ഞത്. ആ സമസ്ത പറയാനുള്ള അധികാരം മുക്കം ഉമർ ഫൈസി ഉസ്താദിനുണ്ടല്ലോ. താൻ ആ സമസ്തയില് മുഷാവറ മെമ്പറാണ്. അപ്പൊ ആ സമസ്തയെ വഞ്ചിച്ചാലും പറ്റിച്ചാലും അതൊക്കെ ജനങ്ങളോടൊന്ന് പറയണ്ടേ? അത്തരം സംഗതികളാണ് അവിടെ പറഞ്ഞത്. അല്ല പാണക്കാട് തങ്ങളുപ്പാപ്പാന്റെ തെറിയും തോന്നിയാസൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞതൊക്കെ കാര്യമാണ്, നേരാണ്, സത്യമാണ്. മുക്കം ഉമർ ഫൈസി ഉസ്താദ് ആ പൈതൃകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസാരിച്ചതൊക്കെ കാര്യമാണ്, നേരാണ്, സത്യമാണ്. അതിനാ സമസ്തയെയും ആ CIC-യെയും കുറിച്ച് പഠിച്ചാൽ അത് മനസ്സിലാവും. അവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും യഥേഷ്ടം നടന്നിട്ടുണ്ട്. അതാരാ നടത്തിയത്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പുറത്തുള്ള എനിക്ക് വരെ അതറിയാം. പിന്നെ ഉള്ളിലുള്ള മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ അത് അറിയില്ലാന്നാ ഈ ഷാഫിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഷാഫിക്കാക്കും അറിയാതെ അതിലൊക്കെ നല്ല തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ട്. ആ CIC-ന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിന്നെ ആദർ ഷെരീഫ് ഫൈസിനെ നീക്കം ചെയ്യുന്നു. ആ നീക്കം ചെയ്ത സ്ഥാനത്തേക്ക് പിന്നെ കൊണ്ടുവരുന്നത് ആ സമസ്തയുടെ, അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുപ്പാപ്പയും MT ഉസ്താദും അറിയാതെയാണ് അതിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേറൊരു ഫൈസിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ തട്ടിപ്പല്ലേ, വെട്ടിപ്പല്ലേ, വഞ്ചനല്ലേ? ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയാണ്. കാരണം ആ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹബീബുള്ള ഫൈസി അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് ജിഫ്രി തങ്ങളാപ്പ അറിഞ്ഞില്ല, MT ഉസ്താദും അറിഞ്ഞില്ല, ആ സംസ്ഥാന നേതാക്കന്മാരും ആരും അറിഞ്ഞില്ല. പിന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു ചാനലിൽ വാർത്ത കാണുന്നത് ഹക്കീം ഫൈസിന്റെ രാജി തങ്ങൾ സ്വീകരിച്ചു. പകരം ഹക്കീം ഫൈസിന്റെ അസിസ്റ്റന്റായ ഹബീബ് ഫൈസിനെ അതിന്റെ ജനറൽ സെക്രട്ടറിയായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങനെ പോകുന്ന വഴി, നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ വാർത്ത ഞെട്ടി. പക്ഷേ നിശ്ചയിച്ച പാക്കേജ് അനുസരിച്ച് പകരം സമസ്തന്റെ സെക്രട്ടറി, ഒരു സമസ്തന്റെ ഒരാളെ വെക്കുക എന്നുള്ളതാണല്ലോ അന്ന് വെച്ചില്ല. പക്ഷെ ഇപ്പോൾ വെക്കുമ്പോൾ എങ്ങനെ പകരം വാഫിൻ്റെ തന്നെ ഈ CIC-ൻ്റെ ഒരു പ്രശ്നക്കാരനായ ഒരാളെങ്ങനെ വെക്കുന്നത് എന്ന് ചിന്തിച്ചു. ഞാൻ ഉടനെ ജിഫ്രി തങ്ങളെ വിളിച്ചു. തങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് ഉച്ചക്കും കൂടി ഞാനും സാദിഖ് ക്ഷേത്രങ്ങൾ പരിപാടിയിലുണ്ടായിരുന്നു. പിന്നെ ഇയാളെ രാജി സ്വീകരിക്കുന്ന കാര്യം തങ്ങൾ പറഞ്ഞിരുന്നു, പകരം ഇയാളെ വെക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഉടനെ MT ഉസ്താദിനെ വിളിച്ചു. MT ഉസ്താദ് ഞാനും ഈ സംവിധാനം അറിഞ്ഞിട്ടില്ല.
ഞാൻ ഉടനെ ആലിക്കുട്ടി ഉസ്താദിനെ വിളിച്ചു. ആലിക്കുട്ടി ഉസ്താദ് വിളിച്ച ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ രാത്രി ആയിട്ടുണ്ട്. ഇത് അസർക്കാണ് ശേഷം ഈ വാർത്ത വന്നത്. ഞാൻ നേരെ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. ഞാൻ ആലിക്കുട്ടി ഉസ്താദിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ആലിക്കുട്ടി ഉസ്താദും ഉസ്മാൻ ഫൈസി ഉണ്ട് അവിടെ. അപ്പോൾ എം ടി ഉസ്താദും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഉസ്മാൻ ഫൈസി എം ടി ഉസ്താദ് ഇങ്ങോട്ട് വരാറുണ്ട്. കാരണം ഈ പ്രശ്നം ഗൗരവമുള്ള വിഷയമാണല്ലോ. ഞാൻ എത്തി വൈകാതെ എം ടി ഉസ്താദ് ഇവിടെ എത്തി. ഈ വിഷയം ചർച്ച ചെയ്തു ആരും. അപ്പോൾ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു, പിന്നെ പട്ടിക്കാട് വെച്ച് പിന്നെ കോളേജിലെ കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാൽ സാഹിബും പിന്നെ സാദിഖ് ശാസ്ത്രങ്ങളും എൻ്റെ കൈ പിടിച്ച് കണ്ട് കമ്മിറ്റിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് റൂമൊക്കെ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. റൂമിൽ വന്ന് ഇരുന്നിട്ട് വാതിൽ കുറ്റി ഇട്ടു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഹക്കീമിസിൻ്റെ രാജി സ്വീകരിക്കേണ്ടേ വെച്ചു. സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നവൻ അങ്ങനെ ചെയ്യാം. പകരം ഒരാൾ വേണ്ടേ വെച്ചു. വേണമെന്ന് പറഞ്ഞു. അതാരാണ് വെച്ചു. ആരോ കൂടി ആലോചിക്കാറുന്നു. അത് ഞങ്ങളൊരാളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ആലോചിക്കാറുന്നു. ഇത്രയും ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എം ടി സാഹ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ് അന്ന് അവിടെ വെച്ച് തന്നെ സമസ്തൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ്, എം ടി ഉസ്താദിനൊക്കെ പാട് പ്രസ്താവന ഇറങ്ങി. അത് തൊട്ട് പിറ്റേത്തെ പത്രത്തിൽ കാണാം. ആ രാജി സ്വീകരിച്ച് ന്യായമാണ്, സ്വാഗതം ചെയ്യാണ്. അതേസമയം ഈ പ്രത്യേക സാഹചര്യത്തിൽ സമസ്തയുടെ SNEC വിദ്യാഭ്യാസ പദ്ധതി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പറഞ്ഞിട്ട് ഈ പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് സമസ്ത അറിയിച്ചു. മാത്രമല്ല തൊട്ട് പിറ്റേ ദിവസം സമസ്തൻ്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ, സമസ്തൻ്റെ ജനറൽ സെക്രട്ടറി, ഈ പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, സമസ്തൻ്റെ നേതാക്കന്മാരൊക്കെ CISന്റെ വ്യത്യസ്ത പദവികളിൽ നിന്ന് രാജിവെച്ചു. അറിഞ്ഞത് പിന്നെ ആരാ? കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളാപ്പിയും. ഇതൊക്കെ പച്ചയായിട്ട് അവിടെ വഞ്ചന നടന്നത് നമുക്കറിയാലോ. ഇത്തരം സംഗതികൾ അവിടെ നടക്കുമ്പോ അതൊക്കെ അറിഞ്ഞ ആളാണ് മുക്കം ഉമർ ഫൈസി ഉസ്താദ്. അദ്ദേഹത്തിന് അതിൽ വിഷമമുണ്ട്. ആ വിഷമങ്ങളാണ് മുക്കം ഉമർ ഫൈസി ഉസ്താദ് അവിടെ പറഞ്ഞത്. അതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാപ്പ പൂക്കോട്ടൂരിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ. എന്ത്? സമസ്ത ഒരു ഡിമാൻഡ് വെച്ചിട്ട് CIC അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലേ സാദിഖ് അതിന്റെ തലപ്പത്തില്ല എന്ന് അവരോട് പറഞ്ഞേക്കൂന്നാണ് പറഞ്ഞു. ഇത് സാദിഖ് അലി തങ്ങളാപ്പ സമദ് പൂക്കോട്ടൂർ സാഹിബിനോട് പറഞ്ഞു എന്നാ പറഞ്ഞത്. സമദ് പൂക്കോട്ടൂർ സാഹിബ് ഇത് പ്രസംഗത്തിൽ ഞാൻ പറയട്ടോ തങ്ങളാപ്പാന്നും പറഞ്ഞു, പറഞ്ഞോളൂന്നും പറഞ്ഞു. അങ്ങനെയാണ് സമദ് പൂക്കോട്ടൂർ സാഹിബ് ആ ഡയലോഗ് അടിച്ചത്. ഞാൻ ഈ സദസ്സിന് ഒരു ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി സംസാരിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മനസ്സിലറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് യോഗം നടക്കുന്ന കാര്യം അറിഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തങ്ങളോട് പറഞ്ഞു, സമസ്ത കേരള ജമിയത്തിൽ വെക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? സമസ്ത ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം CIC അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് അതിന്റെ തലപ്പത്തുണ്ടാവില്ല, പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞു തങ്ങൾ. ഞാൻ അതിന്റെ തലപ്പത്തുണ്ടാവില്ല. തങ്ങൾ ഇന്ന് പറഞ്ഞ വാക്കാണ്. സമസ്ത ഒരു ഡിമാൻഡ് വെച്ചിട്ട് അത് CIC അംഗീകരിക്കണില്ലെങ്കിൽ സാദിഖ് അതിന്റെ തലപ്പത്തില്ല എന്ന് പറഞ്ഞേക്കൂ അവരോട്. പൂക്കോട്ടൂരാണ് കാച്ചി. സമസ്ത വെച്ച ഡിമാൻഡ് ഈ CIC അംഗീകരിച്ചോ? ഇല്ല. സാദിഖ് അലി തങ്ങളാപ്പ അതിന്റെ തലപ്പത്തുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഇതിന്റെ പേര് പത്താ വഹാബി ഷാഫിക്ക. നിങ്ങൾ പോകല്ലേ, പറയും ഇതിന്റെ പേരെന്താ? 9ഓളം ഫോർമുല തയ്യാറാക്കിക്കൊണ്ട് CICന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളാപ്പി എല്ലാവരും പാടെ ചേർന്നുകൊണ്ട്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി ഒരു വർത്താനം പറഞ്ഞു അത്രേ, ഈ 9 തീരുമാനങ്ങളും CIC അംഗീകരിച്ചാൽ പിന്നെ സമസ്തന്റെ ഭാഗത്തുനിന്ന് ഒന്നും എതിർപ്പുണ്ടാകാൻ പാടില്ല കേട്ടോ പറഞ്ഞു. അപ്പോ ഈ വിഭാഗം സമസ്തന്റെ നേതാക്കൾ പറഞ്ഞു, പിന്നെ ഈ 9 അംഗീകരിച്ചാൽ മതി, പിന്നെ ഒരു ഇതും വേണ്ട. ഇത് കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളാപ്പിയും കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ 9 അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ 9 തർക്കുത്തരം എഴുതിക്കുക. അതിന്റെ പിന്നിൽ ആരങ്ങൾക്ക് അറിയില്ലേ? ഹക്കീം ആദർശേരി ഫൈസി. ആ നബിദിനാഘോഷത്തിനൊക്കെ മുട്ടായി കൊടുത്താൽ മതി, പായസമൊന്നും വേണ്ട, ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആളെ മുപ്പരങ്ങനെ തന്നെയല്ലേ തർക്കുത്തരം തന്നെയല്ലേ എഴുതിയ. മുപ്പരുടെ ലക്ഷ്യമൊക്കെ എന്താന്നുള്ളത് എല്ലാവർക്കും തിരിഞ്ഞതാണ്. അതിപ്പോ ഞാൻ പറയണില്ല. അപ്പോ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് അതിനൊരു തീരുമാനം കണ്ടെത്താതെ
വീണ്ടും സാദിഖതിന്റെ തലപ്പത്തില്ല എന്ന് പറഞ്ഞേക്കൂ അവരോട് എന്ന് പറയുന്ന സാദിഖ് അലി തങ്ങൾ പാപ്പ അതിന്റെ തലപ്പത്ത് ഇപ്പോഴും ഇരിക്കുമ്പോ ഇതിന്റെ പേരെന്താ ഷാഫിക്ക? മനസ്സിലായോ? അതിന്റെ പേരെന്താ? അതല്ലേ നിങ്ങൾ പറയണ്ടേ? അതല്ലേ മുക്കം ഉമർ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചത്? അത് രാഷ്ട്രീയ ഗുണ്ടായിസ മാന്യമായിട്ടാണ് പറഞ്ഞത്, കാര്യമാണോ പറഞ്ഞത്, നേരാണോ പറഞ്ഞത്? രാഷ്ട്രീയ ഗുണ്ടായിസമാക്കിയാണ്ട് അവതരിപ്പിക്കുന്നത്. ഇനി ഇരിക്കട്ടെ, മുക്കം ഉമർ ഫൈസിക്ക് രാഷ്ട്രീയ ഗുണ്ടായിസമുണ്ട് എന്ന് പറയുന്ന ഷാഫിക്കാക്ക് ഗുണ്ടായിസം, ഷാഫിക്കാന്റെ ഗുണ്ടായിസം നമുക്കൊന്ന് കേൾക്കാം. മൂപ്പര് വരട്ടെ ഗുണ്ടായിസം. സമസ്തന്റെ വേദിയാണെന്ന ഒറ്റ ബഹുമാനം കൊണ്ടാ അത് മനസ്സിലാക്കണം. മാരി തോന്നിയ പറയുമ്പം ചെയ്തിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരൊന്നല്ല ഞങ്ങൾ. ഇമാതിരി തോണിവാസം പറയുമ്പോ സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരല്ല ഞങ്ങൾ. സ്റ്റേജിക്ക് വന്നിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അപ്പാപ്പ പറയുന്നത്. ഇതല്ലേ ഗുണ്ടായിസം ഷാഫിക്ക? ഇതാണ് ഗുണ്ടായിസം. മുക്കം ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞോ, ഈ ഷാഫി എവിടെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലീഗാരെവിടെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിലേ സ്റ്റേജിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നല്ല. അങ്ങനെയൊക്കെ പറയുമ്പോ ഗുണ്ടായിസ. അത് പറഞ്ഞത് നിങ്ങളാ. അപ്പൊ ഗുണ്ടായിസം നിങ്ങളെടുത്താ മനസ്സിലാക്കണ്ടേ? നിർത്തിയില്ല മൂപ്പര്, പിന്നെ ആ ഗുണ്ടായിസം തുടരുക തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കിക്കോ, വല്ലാതെ കളിക്കണ്ട. നിങ്ങളെ രക്ഷിക്കാൻ ഒരു CPIമാരും കഴിയില്ല. ഞങ്ങളെ യുവാക്കളെങ്ങാനും ഇറങ്ങി പുറപ്പെട്ടാൽ അത് എവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾക്കിപ്പോ പറയാൻ കഴിയില്ല. എങ്ങനെയുണ്ട്? ഞങ്ങളെ യുവാക്കള്, അതായത് യൂത്ത് ലീഗിന്റെ ആൾക്കാരങ്ങട്ടെ ഇറക്കി വിട്ടാൽ അത് എവിടം വരെ എത്തും എന്നുള്ളത് പറയാൻ പറ്റൂല. അതിനൊക്കെ മുൻകൂർ ജാമ്യം മുക്കം ഉമർ ഫൈസി ഉസ്താദ് എടുത്തിട്ടുണ്ടല്ലോ. മൂപ്പര് അതിനൊക്കെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഞാൻ അള്ളാനെ മാത്രം പേടിക്കുന്ന ആളാണ്. വേറെ ആരെന്ത് ചെയ്താലും ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗമൊക്കെ ജീവിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം എന്ത് ഭീഷണി വന്നാലും ഇപ്പോൾ ഒരാളെ കൊല്ലാന്നല്ലേ വരുള്ളൂ. കൊന്നാലും കൊന്നില്ലെങ്കിലും മരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല. മൂപ്പർക്ക് നിങ്ങളെ ഈ ഒന്നേകാലിന്റെ നെട്ടിപ്പിച്ചാലൊന്നും മൂപ്പർക്ക് ഒരു പേടിയും ബേജാറുണ്ടാത്ത ആളാണ് മുക്കം ഉമർ ഫൈസി ഉസ്താദെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം EK വിഭാഗം സമസ്തയില് നല്ല കേൾപ്പുറ്റൊരു പണ്ഡിതനാണ് അദ്ദേഹം. അയാളങ്ങളെ ഈ ഒന്നേകാലിന്റെ ബെർത്തിലേറ്റൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ വിവരാണ് അറിയും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ അവിടെയാണ് നിർത്തിക്കാലി. അപ്പൊ ഇവിടെ ഗുണ്ടായിസം പറഞ്ഞത് ഈ ഷാഫിയ. എന്നിട്ട് മുക്കം ഉമർ ഫൈസി ഉസ്താദ് കാര്യം പറഞ്ഞപ്പോ, നേര് പറഞ്ഞപ്പോ, സത്യം പറഞ്ഞപ്പോ അത് തോണിവാസമാക്കിയിട്ട് ചിത്രീകരിക്കുകയും മുക്കം ഉമർ ഫൈസിക്ക് പാണക്കാട് തങ്ങന്മാരെ പൈതൃകവും അതുപോലെ ബാഫക്കി തങ്ങളെ പൈതൃകത്തിലൊന്നും വിശ്വാസമല്ല എന്നൊക്കെ വരുത്തി തീർക്കുക. ആരെ പറഞ്ഞേ? ഈ ഷാഫിക്ക് വിശ്വാസം ഉണ്ടോ പാണക്കാട് തങ്ങന്മാരിൽ? ഉണ്ടോ? എന്നാ നാളെ പിറ്റേന്നൊന്ന് പോയിട്ട് ഷാഫിക്ക പാണക്കാട് തങ്ങന്മാര് ഊതിയ നൂലും മന്ത്രവും ഉറക്കലും എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പരസ്യമായിട്ടൊന്ന് പറയട്ടെ. ഇയാൾ പച്ച വഹാബിയ, ഒരു തർക്കമല്ല കേട്ടോ. കാരണം ഇയാളെ പ്രസംഗത്തുനിന്ന് അത് പ്രകടമാണ്. ഇയാൾ മുക്കം ഉമർ ഫൈസി ഉസ്താദിന് മറുപടി കൊടുക്കുന്നിടത്ത് ഒരു ഭാഗത്ത് തിരൂര് നേർച്ചയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി എന്താ പറഞ്ഞപ്പോ അതിന് മൂപ്പര് മറുപടി കൊടുക്കുന്നിടത്ത് മൂപ്പര് ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടേ ആ പ്രയോഗം മതി ഇയാളൊക്കെ പച്ച വഹാബിയ എന്നുള്ളത്. കാരണം തിരൂര് നേർച്ചനെ കുറിച്ച് പറഞ്ഞെടുത്ത് മൂപ്പര് മുക്കം ഉമർ ഫൈസിനോട് പറയാണ്, നേർച്ചൊക്കെ നിങ്ങൾ നടത്തുന്നതല്ലേ? അപ്പൊ ഇയാളാരാ? ഇയാളതിന് പുറത്തുള്ള ആൾക്കാരാരാ? വഹാബിയാളാ. വഹാബിയാൾക്ക് പിന്നെ നേർച്ചൊന്നും പറ്റൂല. ഇയാൾ ആ പ്രയോഗിക്കുന്നത് അങ്ങനെയാണ്. എന്ത് നേർച്ച? അത് നിങ്ങൾ നടത്തുന്നതല്ലേ? അപ്പൊ ഇയാൾക്കൊരു ബന്ധമല്ല. എന്നിട്ട് ഇയാള് സുന്നിയാണെന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ പച്ച വഹാബിയ. മാത്രമല്ല ഇയാളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇയാൾ ഇട്ടത് എന്താ? TP അബ്ദുള്ള കോയ മദനി. ഈ TP അബ്ദുള്ള കോയ മദനി ഏതാ? പച്ച വഹാബിയാണ് എന്ന് മാത്രമല്ല വഹാബിന്റെ പ്രസിഡന്റാ. KNMന്റെ പ്രസിഡന്റായ TP അബ്ദുള്ള കോയ മദനി അത്ര ഇയാളെ ഗുരുനാഥം പറയേണ്ടതുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള ഈ ഷാഫിക്കഞ്ഞ ആരും സുന്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. കാരണം സുന്നി മുജാഹിദ് പറഞ്ഞാൽ മുഖത്ത് കൊക്കിയ തിരിയണ സംഗതിയല്ല, അതായത് ഉള്ളിലാണ്. സുന്നി മുജാഹിദ് പറഞ്ഞാൽ ഉള്ളിലുള്ള വിശ്വാസത്തിൽ വരുന്ന പെശകുകളാ. മുജാഹിദിന്റെ വിശ്വാസം പെശക. ആ വിശ്വാസമുള്ള ആളാണ് ഈ ഷാഫി. അതുകൊണ്ടാണ് ആ നേർച്ചനെ പറഞ്ഞെടുത്ത് മൂപ്പര് പറയുന്നത്, നേർച്ച അതൊക്കെ നിങ്ങൾ നടത്തുന്നതല്ലേ, മൂപ്പര് അതിൽ ബന്ധമല്ല. മനസ്സിലാക്കണം. ഇങ്ങനെ എത്ര പ്രയോഗങ്ങള്. അപ്പൊ ഇത്തരം വഹാബികൾക്ക് ഇങ്ങോട്ട് പാണക്കാട് സ്നേഹം ഇങ്ങോട്ട് മൂത്തിട്ട് ഇവൽക്കൊന്നും തങ്ങന്മാരോട് സ്നേഹം ബഹുമാനമായിട്ടൊന്നും അല്ല. ഇവലെ രാഷ്ട്രീയ നിലനിൽപ്പ് ഇവിടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് കളിമ്പല് കളിക്കും. അല്ലാതെ തങ്ങന്മാരോടൊരു ബഹുമാനോ സ്നേഹമോ ആദരവോ ഇവറ്റങ്ങൾക്കില്ല, ഈ വഹാബികൾക്കില്ല. തങ്ങന്മാര് പറഞ്ഞ സംഗതി തന്നെ ഇവിടെ ഇല്ലായിരുന്ന ടീമാ. ഈ മുജാഹിദുകളുടെ ഒക്കെ പ്രസിഡന്റായ വെളിയങ്കോട്ട് ഉമ്മർ മൗലവി പച്ച മലയാളത്തിൽ എഴുതിയതാ തങ്ങന്മാര് ആ പരിപാടി തന്നെ അല്ലാന്നാണ്. അങ്ങനത്തെ ഒരു സംഗതി തന്നെ അല്ലാന്നാണ് പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുക. മുജാഹിദിന്റെ പ്രസിഡന്റ് എന്താ ചെയ്തത്? തങ്ങന്മാര് അങ്ങനെ സംഗതി തന്നെയല്ല, അതൊക്കെ ഷിയാക്കളാണ്.
ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഭീകരവാദി ഉണ്ട്, ഒരു തീവ്രവാദി ഉണ്ട്. എത്രത്തോളം അയാളെ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പ്രകടമാണ്. സുന്നി കുട്ടികളെ, സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ, അങ്ങനെ തന്നെ മൂപ്പര് പറയാ, സുന്നി മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തണം. ഇതാണ് വഹാബിസം, ഭീകരവാദവും തീവ്രവാദവും. തന്നെയാണ് ഇപ്പൊ ഷാഫി നടത്തിയത്. സ്റ്റേജിൽ കയറി വരാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടൊന്നും അല്ല. ഞങ്ങളെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞാൽ എവിടം വരെ എത്തുക, കൊലപാതകത്തിലെത്തും. അതൊക്കെ മുൻകൂർ ജാമ്യം മുക്കം ഉംറ ഫൈസി ഉസ്താദ് എടുത്തിട്ടുണ്ട്. കൊലപാതകത്തിലെത്തും. 8-9 സുന്നത്ത് ജമാഅത്തിന്റെ പിന്നെ പ്രവർത്തകരെ കൊന്ന ആൾക്കാരാണ് ഇവരെ. ഒരു തർക്കമല്ല കേട്ടോ ഈ ലീഗിന്റെ ആൾക്കാര് അല്ലേ. കുണ്ടൂരിലെ കുഞ്ഞുവും KTC ഖാദറും കുച്ചിമുച്ചിയിലെ അബ്ദുക്കയും കിടങ്ങയത്തെ കുട്ടിക്കയും അതുപോലെ മഞ്ചേരിയിലെ അബുഹാജിയും മണ്ണാർക്കാട് നൂറുദ്ദീനും അംസക്കയും അതുപോലെ എളങ്കൂറിലെ അബുഹാജി, അതുപോലെ അവസാനമായിട്ട് ലീഗ് കൊലപ്പെടുത്തിയത് കാസർഗോഡിലെ അബ്ദുറഹ്മാൻ ഔഫ്. ഇതൊക്കെ ലീഗുകാർ കൊലപ്പെടുത്തിയതാ. അവിടം വരെ എത്തും. അത് ഉമർ ഫൈസി തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വരട്ടലും ഈ ഭീഷണിപ്പെടുത്തലും എന്നേ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്കും മാണ്ട ഷാഫി ചാലിയ ഓക്കെ, അതൊക്കെ വഹാബി കൂടാരത്തിൽ പോയി നടത്തുക. സുന്നി പണ്ഡിതന്മാരുടെ നേർക്ക് വന്നാലേ, ഞാനൊരു ഏപ്പിക്കാരനാണ്, പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നേർക്ക് ഈ വഹാബി ഭീഷണി മുഴക്കിയാലേ ഞങ്ങളൊക്കെ പ്രതികരിക്കും. ഞങ്ങൾക്കിവിടെ സുന്നത്ത് ജമാഅത്താണ് വലുത്. ഞങ്ങൾക്കിവിടെ സുന്നത്ത് ജമാഅത്താണ് വലുത്. ആ സുന്നത്ത് ജമാഅത്ത് ഇവിടെ എന്ത് വില കൊടുത്തും ഞങ്ങൾ നിലനിർത്തും. സുന്നി പണ്ഡിതന്മാരെ മെക്കെട്ട് കയറിയാലേ അവിടെ കാണിച്ചു തരാം. നിങ്ങളെ പോലെ ഭീകരവാദം തീവ്രവാദവും അക്രമവും അല്ല നമ്മൾ പറഞ്ഞത്. ആശയം കൊണ്ടും ആദർശം കൊണ്ടും നേരിടാനേ ഞങ്ങള് റെഡിയാ.